നമസ്കാരം. എല്ലാവർക്കും സ്റ്റോറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നും ഒരു പ്രേതകഥയുമായിട്ട് തന്നെയാണ് വരവ്. ഞങ്ങളുടെ നാട്ടിൽ അതായത് കോഴിക്കോട് ജില്ലയിൽ എനിക്ക് തോന്നുന്നു പ്രേതകഥകൾ ഒരുപാടുണ്ടെന്ന്. ഇത് ഇന്ന് പറയാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രേതകഥയല്ല. എന്നാലും ചെറുപ്പത്തിലേ ഞങ്ങള് പ്രേതകഥകൾ കേട്ടിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വളർന്നിട്ടുള്ളത്. വൈകുന്നേരങ്ങളാവുമ്പോ പൊതുവെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് വീട്ടിലുള്ള ആളുകളും തൊട്ടപ്പുറത്ത് 2, 3 അയൽക്കാരും എല്ലാവരും ചേർന്നിട്ട് വീടിന്റെ അടുക്കള ഭാഗത്ത് ഒരു കട്ടിലുണ്ട്. പകലൊക്കെ ഞങ്ങളിരുന്ന് കളിക്കുന്ന ആ കട്ടിലിരുന്നിട്ട് എല്ലാരും ആദ്യം ഈ നാട്ടുകാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുക. അപ്പൊ ഞാനൊക്കെ അതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. നമുക്കന്ന് സംസാരിക്കാൻ പറ്റില്ല. കുട്ടികളാണല്ലോ. ഇപ്പൊ നാട്ടിൽ ഓരോ വീടുകളിലും എന്തൊക്കെ സംഭവിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് കള്ളന്മാരുടെ കഥകളിലേക്കാണ്. വളരെ വളരെ മനോഹരമായ കള്ളന്മാരുടെ കഥകളൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞാലാണ് അപ്പേക്കും രാത്രിക്ക് കുറച്ചും കൂടെ ഇരുട്ടിന് കനം കൂടും. പേടി കുറച്ച് കൂടും. അപ്പോഴാണ് ഇവരൊക്കെ ഈ പ്രേതങ്ങളുടെ കഥകൾ ഇങ്ങനെ എടുത്ത് ചുരുളെടുത്ത് അഴിച്ച് പുറത്തേക്ക് വിടുക. അപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഇച്ചിരി പ്രായമായ ഒരു സ്ത്രീ ഉണ്ട്, മറിയം താത്ത. വളരെ നന്നായിട്ട് ഈ പ്രേതകഥകൾ പറയും. അതുപോലെ അവരുടെ ഒരു മകനുണ്ട്, അവനും പ്രേതകഥകളിൽ അസാമാന്യം മിടുക്കനാണ്. ഇതൊക്കെ അപ്പോഴായിരിക്കും പവർ കട്ട് വരിക. പവർ കട്ട് വരുമ്പോഴേക്കും പിന്നെ പെട്ടെന്ന് പേടിച്ചിട്ട് ഞാൻ എല്ലാവരുടെയും നടുക്ക് അങ്ങ് കയറിയിരിക്കും. കാരണം കഥകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് നല്ലോണം പേടിയാവും. രോമൊക്കെ അങ്ങനെ എടുത്തു പിടിക്കും. എന്നാൽ അകത്തേക്ക് പോവില്ല, കാരണം കഥ കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പം കഥകളിൽ ഇങ്ങനത്തെ പ്രേതകഥകളും കള്ളന്മാരുടെ കഥകളും വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ ആ ഒരു സമയത്താണ് ഈ കുളമ്പ് മനുഷ്യൻ, എട്ടടി മനുഷ്യൻ, അതുപോലെ ഒടിയൻ. ഒടിയൻ അന്ന് വളരെ പ്രശസ്തയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വൈകുന്നേരം വീട്ടിലോട്ട് കയറിയിട്ടില്ലെങ്കിൽ അകത്തുനിന്ന് വിളിച്ചു പറയും, അതാ ഒടിയൻ വരാറായി, വേഗം കയറിക്കോളൂന്ന്. ഇപ്പൊ രാത്രി കിടക്കുമ്പോഴൊക്കെ ചുമരില് ചെറിയ സുഷിരങ്ങളോ ദ്വാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തുണി കഷ്ണങ്ങളോ കടലാസൊക്കെ വെച്ച് തിരികെ വെക്കും. കാരണം അതിലൂടെയൊക്കെ ഒടിയൻ വന്ന് പേടിപ്പിക്കും എന്ന് പറയായിരുന്നു. അതുപോലെ കുളമ്പ് മനുഷ്യൻ, അന്ന് ഏറ്റവും പേടിച്ചത് കുളമ്പ് മനുഷ്യനായിരുന്നു. സ്കൂളിലോട്ട് പോകുമ്പോ ആഹ് ഒരാള് എല്ലാവരുടെയും അന്ന് മുഖത്തേക്കല്ല നോക്കാം, ആളുകളുടെ കാലിലോട്ട് നോക്കും. ആരുടെയെങ്കിലും കാലിൽ കുളമ്പുണ്ടോ? കുളമ്പുണ്ടെങ്കിൽ അത് പ്രേതങ്ങളായിരിക്കും. ഓക്കെ. അതുപോലെ രാത്രി വീട്ടിലേക്ക് വരുന്ന ഫാദർ, പിന്നെ കോളേജ് വിട്ട് വരുന്ന ഏട്ടൻ, ഇവരൊക്കെ ഞാൻ നല്ലോണം സെൻസർ ചെയ്ത് അകത്തോട്ട് കേട്ടു. ആദ്യം ഞാൻ വാതിൽ തുറന്നിട്ട് കാല് കാണിക്കാൻ പറയും. അപ്പൊ സ്വന്തം, അതായത് ഈ കുളമ്പ് മനുഷ്യൻ വേഷം മാറി വരുന്നാണ് പറയാ. അപ്പോ ഈ ഏട്ടന്റെ മുഖമായിരിക്കും, പക്ഷെ കുളമ്പുണ്ടെങ്കിൽ മനസ്സിലാവും അത് പ്രേതാണെന്ന്. അങ്ങനെ കാല് നോക്കിയിട്ടാണ് അവർ അകത്തോട്ട് കയറ്റുക. അങ്ങനെ വളരെ പേടിച്ചിട്ട് വളർന്നിട്ടുള്ള ഒരു കുട്ടിക്കാലുണ്ട്. പക്ഷെ അത് ഏറ്റവും രസകരമായിരുന്നു. അപ്പൊ ഇന്നും അതുപോലെ നമുക്ക് ഒരു പ്രേതകഥയിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര പോകാം. ഇതും നടന്ന കഥ തന്നെയാണ് കേട്ടോ. എനിക്ക് ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടിയിരുന്നു. അധികം വർഷങ്ങളായിട്ടില്ല, ഒരു 3-4 വർഷം മുൻപ്. അപ്പൊ അവിടെ എനിക്കൊരു റിലേറ്റീവ് ഒരു കുട്ടിയുണ്ട്, നിമ്മി എന്നാണ് അവളുടെ പേര്. അവളെ തിരുവനന്തപുരത്ത് എയർലൈൻസിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അവൾ അവിടേക്ക് മാറിയിട്ടേ ഉള്ളൂ. മുമ്പ് അവള് കരിപ്പൂരായിരുന്നു. അവിടേക്ക് മാറിയിട്ട് കുറച്ചേ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു അവളൊന്ന് പോയിട്ട് കാണണം, ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, നല്ല ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് എന്റെ ജോലിയൊക്കെ കഴിഞ്ഞു, ഒരു ഉച്ചയ്ക്ക് ശേഷം ആയപ്പോഴേക്കും എന്റെ ജോലിയൊക്കെ കഴിഞ്ഞു. അവളെ ഞാൻ വിളിച്ചു പറഞ്ഞു, നിനക്ക് ലീവാണോ, നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. അപ്പൊ അവൾ പറഞ്ഞു, ചേച്ചി എനിക്കൊന്ന് നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അപ്പൊ എനിക്ക് എന്റെ പുരുകൊക്കെ ഒന്ന് പ്ലക്ക് ചെയ്യണം ചേച്ചി, എനിക്ക് ഇവിടെ പാർലർ ഒന്നും അങ്ങനെ വലിയ പരിചയമില്ല, നമുക്ക് ഒന്ന് എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ശരി വരാലോ. അങ്ങനെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ചെറിയ ബാഗൊക്കെ എടുത്ത് അവളെ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് പോയി. അധികം ദൂരമൊന്നുമില്ല, ഒരു അരമണിക്കൂർ ദൂരേ ഉള്ളൂ. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും അവള് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു പാർലറൊക്കെ കണ്ടുപിടിച്ചു. വലിയ പരിചയമില്ലല്ലോ. അപ്പൊ അത്യാവശ്യം നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ള നല്ലൊരു പാർലറാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചു. ഒരു 50 രൂപയുടെ ദൂരേ ഉള്ളൂ. അപ്പം പോകുന്ന മുമ്പ് നിമ്മി എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇവിടെ എന്റെ കൂടെ പഠിച്ചിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിനു, അവനുണ്ട് ഇവിടെ, നമുക്ക് അവനും കൂടി വിളിക്കാം, അവനും ബോറടിക്കുന്നുണ്ടാവും, നമുക്ക് ഒരുമിച്ച് ഒന്ന് അവിടെ ബീച്ചിലൊക്കെ ഒന്ന് പോവാം, ഇത് കഴിഞ്ഞിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം, ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ വിളിക്കുന്നത് എന്താ, എനിക്ക് വിനുവിനെ അറിയില്ല, പക്ഷെ ഇവര് ഒരുമിച്ച് പഠിച്ച കുട്ടിയാ, 25-26 വയസ്സായിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വിളിക്കും, നമുക്ക് ഒരുമിച്ച് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിക്കുമ്പോഴേക്കും വിനു വന്നു. അവനൊരു ബൈക്കിലാണ് വന്നത്. ബൈക്ക് അവിടെ വെച്ചു, ഞങ്ങൾ ഇവിടെ ഓട്ടോയിൽ കയറി. അങ്ങനെ ഞങ്ങള് ഈ സ്ഥലത്തിന്റെ വഴി പറഞ്ഞു കൊടുത്തു. ഇയാൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ഓട്ടോയിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ വഴി ഇങ്ങനെ 2-3 ടേൺ ഒക്കെ കഴിഞ്ഞ് ഏകദേശം എത്താനായി. അങ്ങനെ അതൊരു മെയിൻ റോഡല്ല, ഒരു സൈഡ് റോഡിന്റെ ഒക്കെ അടുത്താണ്. തൊട്ടടുത്ത് വലിയൊരു റെസ്റ്റോറന്റ് ഉണ്ട്, ഒരു ആശുപത്രിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇറങ്ങി പുറത്തിറങ്ങി പൈസ കൊടുത്തു, 50 രൂപ എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോഴാണ് വിനു ഒരു ഷോക്കായിട്ട് പോലെ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ അവന് വിനു വിളിച്ചു, എന്താ വിനു? അവന്റെ മുഖം ആകെ കടലാസ് പോലെ വിളറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, വിനു ഇത് എന്താ പറ്റി, എന്താ പ്രശ്നം, നിനക്ക് സുഖമില്ലേ?
ഞങ്ങൾ ഓട്ടോ വിട്ടു അപ്പോഴേക്കും. അപ്പൊ അവൻ പറഞ്ഞു ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നീ ഇങ്ങോട്ട് നോക്കുന്നത് ഒരു പാർലറിലാണ്, ഈ നിമ്മിക്ക് പുരുകൊന്ന് പ്ലക്ക് ചെയ്യണം, അവൾക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് വന്ന. അപ്പൊ നിങ്ങക്ക് വേറെ എവിടെയും കിട്ടിയില്ലെന്ന് ചോദിച്ചു അവന്. അല്ല ഇതിനെന്താ, ഇത് വളരെ നല്ലൊരു പാർലർ അല്ല, ഇതിനെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്, എനിക്ക് എന്തായാലും വേഗം നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. അവന് എന്തോ ഒരു എന്താണ് അസ്വസ്ഥത. എന്താന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അവന് കൈകൾ കൂട്ടി തിരുമുന്നു, തല പൊക്കി നോക്കുന്നില്ല. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് വേഗം എന്ത് ചെയ്തു, അവൾ അകത്തേക്ക് വിട്ടിട്ട് വിസിറ്റേഴ്സിന്റെ ആ സോഫയിലിരുന്നു. ഒരു നീല നിറമുള്ള ഒരു സോഫ പുറത്തിട്ടിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പൊ അവൻ എന്തായിട്ടും വിനു അധികം ഒന്നും സംസാരിക്കുന്നില്ല. അവൻ പറയാ, ഓ ഈ നിമ്മി ഒന്ന് വന്നാൽ നമുക്ക് വേഗം പോവുമായിരുന്നു, എനിക്ക് തീരെ ഇഷ്ടമല്ല ഇവിടെ നിൽക്കാനൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ബ്യൂട്ടി പാർലറിലെ ചിലപ്പോ അവനൊരു പയ്യനാണല്ലോ, ഇനിയിപ്പോ ഏതെങ്കിലും വല്ല അഫയർ ഉണ്ടായോ, അതോ ഏതെങ്കിലും പയ്യന്മാരോ അടികൂടി, അതൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചത്. ഞാനത് ചോദിക്കുകയും ചെയ്തു. അല്ല ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞോ, നിന്റെ ചേച്ചി പോലെ തന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു അതൊന്നല്ല, ഞാനിത് ഇപ്പം പറയുന്നില്ല, നമുക്കിത് കഴിഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് വേഗം പോവാം, ഈ ബ്യൂട്ടി പാർലർ കണ്ടുപിടിച്ചതിന് അവൾക്ക് ഞാൻ നല്ലോണം കണക്കിന് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോ നിമ്മി വന്നു, പിരികൊക്കെ പ്ലക്ക് ചെയ്തു. ഞങ്ങൾ മൂന്നാളും വേഗം പുറത്തോട്ട് നടന്നു. കുറച്ചു സമയം നടന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടിയത്. അപ്പൊ പോകുന്ന പോക്കിൽ അവൻ പറഞ്ഞു, ആ പാർലറിന്റെ തൊട്ടപ്പുറത്ത് ഒരു വീട് കണ്ട്, അതൊന്നും നിങ്ങൾ നോക്കി വെക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നോക്കി, ഒരു അത്ര ഒരു പുതിയതൊന്നല്ല, ഒരു ഇച്ചിരി 10-20 വർഷം പഴക്കമുള്ള ഒരു വീടാണ്, ഒരു 2 നില വീട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ പോയത് അവിടെ ഒരു കോഫി ഹൗസിലോട്ടാണ് പോയത്. അവിടെ നല്ല കാപ്പി കിട്ടുമെന്ന് പറഞ്ഞു, നല്ല മസാല ദോശ, ഇവർക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും നല്ല കാപ്പി, ബ്രൂ കോഫിയും അതുപോലെ മസാല ദോശ ഓർഡർ ചെയ്തു. അങ്ങനെ കാപ്പി കൊണ്ടുവന്നപ്പോ തന്നെ ഈ വിനു ഒരു കപ്പ് ഉടനെ അങ്ങ് കുടിച്ചു. ഞാൻ ചോദിച്ചു എന്താ ഇത്ര ക്ഷീണം, എന്നിട്ട് ഒരു കപ്പ് കൂടി കാപ്പി ഞങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ അവിടെ ഇരുന്ന് അപ്പോഴാണ് അവനൊരു എന്താണ് ഒരു സാധാരണ നിലയിലെത്തിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, വിനു എന്താ നിന്റെ പ്രശ്നം, എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴാ അവന്റെ അമ്മയുടെ ഒരു കോൾ വന്നത്. അവൻ അപ്പോഴേക്കും കുറച്ചും കൂടെ ഒക്കെ നോർമലായി. അപ്പൊ അമ്മ വിളിച്ചപ്പോ അവൻ അമ്മയോടൊക്കെ സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അമ്മയുടെ കോള് കഴിഞ്ഞ ഉടനെ അവൻ പറഞ്ഞു, ചേച്ചി ഞാൻ നിമ്മിയോടും പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, ആ വീട് നിങ്ങൾ കണ്ടില്ലേ, ആ വീട് ഏതാന്നറിയോ, ഞാനിവിടെ 4-5 മാസം മുമ്പ് ആ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നല്ലൊരു വീടാണല്ലോ, റോഡ് സൈഡിലും, എന്നിട്ട് നീ എന്താ അവിടുന്ന് താമസം മാറിയേ, നീ ഇപ്പൊ ലോഡ്ജിലല്ലേ നിൽക്കുന്നേ, നിനക്ക് അവിടെ തന്നെ നിന്നൂടായിരുന്നോ, നല്ല സൗകര്യമൊക്കെ ഉണ്ടല്ലോ, വണ്ടി സൗകര്യമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു വളരെ നന്നായിട്ടോ. എന്നിട്ട് അവൻ പറഞ്ഞു, അവനും അവന്റെ 3 ഫ്രണ്ട്സും ഗ്രൗണ്ട് സ്റ്റാഫാണ്. അങ്ങനെ അവരവിടെ ആദ്യം ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ ലോഡ്ജിലാവുമ്പോ അറിയാലോ, ഈ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴും ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പൊ എപ്പോഴും പുറത്തത്തെ ഭക്ഷണം കഴിക്കണം. അപ്പൊ അങ്ങനെയാണ് ഇവര് അന്വേഷിച്ച് ഒടുവിൽ ഒരു ബ്രോക്കറാണ് ഇവർക്ക് ഈ തിരുവനന്തപുരത്തിന്റെ ടൗൺ ഭാഗത്തിന് ഒരു വീടുണ്ട്, താഴെ അതിന്റെ ഓണർ താമസിക്കുന്നു, മുകളിൽ നിങ്ങൾക്ക് താമസിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വിചാരിച്ചു എന്തായാലും നല്ല വാടക വരുന്നു. പക്ഷെ വാടക കേട്ടപ്പോ ഞെട്ടിപ്പോയി, വളരെ ചെറിയ വാടകയുള്ളൂ, പിന്നൊന്നും നോക്കാനില്ല. അങ്ങനെ ഇവര് ഉടനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് താമസം മാറി. അപ്പൊ നല്ല രസമായിരുന്നു, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, മുകളിലൊരു കിച്ചൺ ഉണ്ട്, ഡൈനിങ് ഉണ്ട്, ഓക്കെ, നല്ല സൗകര്യമുള്ള ഈവൻ റീഡിംഗ് റൂം അടക്കമുണ്ട്. അപ്പോ ഇവർക്ക് നല്ല സന്തോഷമായി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ വിനുവിന് ഡ്യൂട്ടി ഇല്ല, നൈറ്റ് ഡ്യൂട്ടി ഇല്ല, പകല് ഡ്യൂട്ടി കഴിഞ്ഞ് 6 മണിക്ക് അവൻ വന്നു. എന്നിട്ട് ഒക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, തലേ ദിവസം കുറെ ലേറ്റ് ആയിട്ട് പോയതാണ്, ലേറ്റ് നൈറ്റ് വർക്ക് ആയിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ വേഗം കിടന്നുറങ്ങി. അപ്പം മറ്റു 3 പേർക്ക് വന്ന് ഡ്യൂട്ടിയാണ്. അങ്ങനെ ഉറങ്ങി കുറേ സമയം കഴിഞ്ഞു, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. പെട്ടെന്ന് അവൻ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എന്തോ ശബ്ദം കേൾക്കുന്നു, മുറിയിൽ നിന്ന് ഇങ്ങനെ ആ ഹൂ എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്നു. അവനൊന്നും മനസ്സിലായില്ല. അവൻ കണ്ണു വലിച്ചു തുറക്കാൻ നോക്കി. പക്ഷെ ചില സമയത്ത് നമുക്കുണ്ടല്ലോ, കണ്ണിങ്ങനെ സ്വപ്നമൊക്കെ കണ്ടാൽ കണ്ണ് തുറക്കാനും എഴുന്നേൽക്കാനും പറ്റാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥയിലും അവന്. അപ്പം കുറെ സമയം കഴിഞ്ഞു, പിന്നെ നോക്കുമ്പോ വേറെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്, വായുവിലൂടെ എന്തൊക്കെയോ പറന്നു പോകുന്നു. അപ്പൊ അവൻ പതുക്കെ കണ്ണു തുറന്നു നോക്കി. കണ്ണു തുറന്നു നോക്കുമ്പോ എന്താ കണ്ടത്, കിടക്കയിൽ വേറൊരു തലയണുണ്ട്. ആ തലയണയിൽ നിന്നൊക്കെ പഞ്ഞൊക്കെ പറിച്ചിങ്ങനെ അതൊക്കെ പറന്ന് കളിക്കുകയാണ് വായുവില്. പിന്നെ കുറെ പേപ്പറുകള്, പുസ്തകത്തിന്റെ കഷ്ണങ്ങള്, ഇതൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നു. അപ്പൊ അവനാകെ ഷോക്കായിപ്പോ, ഇത് എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നോക്കുമ്പോ ഈ എന്തോ ഒരു രൂപം അകത്തുന്നുണ്ട്. ആ രൂപമാണ് ശബ്ദം ഉണ്ടാക്കുന്നത്, വളരെ പേടിപ്പിക്കുന്ന ഒരു ശബ്ദം, ആ എന്നൊക്കെ പറഞ്ഞിട്ട്. അവനിങ്ങനെ അനങ്ങാൻ പറ്റിയില്ല. പൊതുവെ നല്ല ധൈര്യശാലിയാണ് ഈ കുട്ടി.
പക്ഷേ ഇത് അവനാകെ പേടിച്ച് വിറച്ചുപോയി. അനങ്ങാൻ പറ്റില്ല. ശരിക്കും ഈ പറഞ്ഞ മരക്കഷ്ണം പോലെ ആയിപ്പോയി. കയ്യും കാലൊക്കെ അങ്ങനെ ഐസ് പോലെ ഇങ്ങനെ വിറയ്ക്കാണ്. അവൻ സാധാരണയായിട്ട് കൊന്തടാറുണ്ട്. ഡ്യൂട്ടിക്ക് കൊന്തടാൻ പറ്റില്ല. അപ്പൊ കൊന്ത വന്നിട്ട് വീട്ടിൽ വന്നാ ഇടും. എന്നിട്ട് രാത്രി തലേണയുടെ അടിയിൽ വെക്കുക ചെയ്യാ. അപ്പൊ അവന് നല്ല ദൈവവിശ്വാസിയാണ്. അവൻ വേഗം ഈ തലേണയുടെ അടിയിൽ നിന്ന് കൊന്തയെടുത്തു. എന്നിട്ട് അവിടെ കണ്ണടച്ച കിടന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. വിറയ്ക്കാണ് അവന്. അതുമല്ല പുതപ്പ് ചൂടുള്ള കാലമായതുകൊണ്ട് പുതപ്പ് ഇട്ടിട്ടില്ല. അപ്പൊ അവന് പേടി, ഇനി ആ പ്രേതാണെങ്കിൽ അത് വന്ന് അവന്റെ കാല് തൊടില്ല, അവനെ തൊടില്ല. അവനിങ്ങനെ അരമണിക്കൂറോളം ദൈവത്തിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒക്കെ ബഹളം എല്ലതും കുറഞ്ഞു. ഒന്നും കാണുന്നില്ല. പിന്നെ അവൻ അന്ന് ഉറക്കം വന്നില്ല. അവൻ എങ്ങനെയാ നേരം വെളുപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നേരം രാവിലെ ആയപ്പോഴേക്കും അവനക്ക് നല്ല പനിയായിരുന്നു. 7 മണി ആയപ്പോഴേക്കും അവന്റെ മൂന്ന് ഫ്രണ്ട്സും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്നത് അവനിങ്ങനെ ബോധമില്ലാത്ത രീതിയിൽ അത്രയ്ക്ക് മനുഷ്യ കിടക്കുന്ന വിനുവിനെ കണ്ടത്. അവർ ഉടനെ തന്നെ അവനെ ആശുപത്രി കൊണ്ടുപോയി. അപ്പം ആശുപത്രിയിൽ നിന്നാണ് ഇവൻ ഈ കഥ പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അവരാകെ പേടിച്ചുപോയി. എന്നിട്ട് ഈ ഫ്രണ്ട്സ് മൂന്നാളും തൊട്ടടുത്ത വീട്ടിലൊക്കെ പോയി അന്വേഷിച്ചു. അപ്പോഴാണ് പറയുന്നത് അവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവിടെ ആരും താമസിക്കാറില്ല അത്ര മുകളില്. അതുകൊണ്ടാണ് അത്ര ചീപ്പായിട്ട് അവർക്ക് ആ മുകളില് വാടകയ്ക്കും കിട്ടിയത്. പക്ഷെ ഇത് ഓണർ പറഞ്ഞില്ല, ബ്രോക്കറും പറഞ്ഞില്ല. അങ്ങനെ വിനു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് ഒക്കെ കെട്ടി പാക്ക് ചെയ്തിട്ട് ഇവർ തിരിച്ചാ ലോഡ്ജിലോട്ട് തന്നെ പോയി. അതാണ് ഈ ബിൽഡിംഗ്, ഈ വീടും കണ്ടപ്പോ വിനു ആകെ പേടിച്ചു പോയി. അന്നത്തെ പ്രേതത്തിനെ കുറിച്ച് അവൻ ഓർത്തുപോയതാണ്. എന്തായാലും അവൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോഴും ഈ സംഭവം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിനക്ക് സ്വപ്നത്തിൽ തോന്നിയതാവെന്ന് ഞാനും അവൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അവൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അല്ല, എനിക്ക് ശരിക്കും ഞാൻ അനുഭവിച്ചത് തന്നെയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ തീരുവാണ്. എല്ലാവർക്കും നമസ്കാരം.